എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 38, 39 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ 38ാമത്തെ ശ്ലോകത്തിൽ ഉപജാതിവൃത്തവും 39ാമത്തേതിൽ ഉപേന്ദ്രവജ്രവൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. യാത്രാവർണ്ണന തന്നെയാണ് പറയണത്. ശ്രീകൃഷ്ണൻ ഓരോ ഭാഗങ്ങളായിട്ട് സത്യഭാമയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആദ്യം 38ാമത്തെ ശ്ലോകം നോക്കാം. മഹാനയം മന്ദരനാമധേയോ മഹീധരോ മാനിനി വീക്ഷണീയ വിധായ മന്ധാനമമും പയോധേ സുധാമഹർഷീത് പുരുഷ പുരാണ. ആദ്യം പദച്ഛേദം പറയാം. മഹാൻ അയം മന്ദരനാമധേയ മഹീധര മാനിനി വീക്ഷണീയ വിധായ മന്ധാനം അമും പയോധേഹ സുധാം അഹർഷീത് പുരുഷ പുരാണ. കഴിഞ്ഞ ദിവസവും 2 ശ്ലോകമേ നോക്കിയുള്ളൂ. ഇന്നും 2 ശ്ലോകം തന്നെ നോക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ വളരെ ചുരുക്കി 2 ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിസ്തരിച്ച് പറയാൻ തുടങ്ങിയാൽ കുറച്ചധികം നേരം തന്നെ വേണ്ടി വരും. ഒരു ശ്ലോകം കുറച്ച് കുറവായി പോകും എന്നുള്ളത് കൊണ്ട് 2 ശ്ലോകങ്ങളുടെ കാര്യമാണ് പറയണത്. ഈ ശ്ലോകങ്ങളിൽ ഓരോന്നിലും കുറേ പഴയ കഥകൾ അതൊക്കെ സൂചിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സമയം 2 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാനേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വർണ്ണനാപ്രധാനങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ്, വെറുതെ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളോ അല്ല പറയണത്. കവി ധാരാളമായിട്ട് ഓരോ പ്രദേശങ്ങളെയും പുരാണ കഥകളുമായി ചേർത്ത് വർണ്ണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവണൻ്റെ കഥയും അതുപോലെ ഹനുമാൻ മൃതസഞ്ജീവിനി എടുക്കാൻ വേണ്ടി പോയ കഥയൊക്കെ പറയുണ്ടായി. അതുപോലെ തന്നെയുള്ള കഥകൾ ഇവിടെ കവി സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ അന്വയത്തിലേക്ക് അർത്ഥത്തിലേക്കൊക്കെ കടക്കാം. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. ഹേ മാനിനി മാനമസ്യാഹ സ്ഥിതി മാനിനി. അതായത് നല്ല അഹംഭാവമുള്ളവൾ, ഞാനെന്ന ഭാവമുള്ളവൾ, സുന്ദരിയായി ഒക്കെ വർണ്ണിക്കപ്പെടുന്ന സുന്ദരി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയണ വാക്കാണ്. അതുപോലെ മതം ഒക്കെ ഉള്ള അങ്ങനെയുള്ളവരെയാണ് മാനം, മാനി അല്ലെങ്കിൽ മാനീ സത്വാമ പൃഷ്ട്വാ എന്ന അർജുനനെ സന്താനഗോപാലത്തിൽ കഥ വർണ്ണിക്കുമ്പോൾ നാരായണീയത്തിൽ പറയുന്നുണ്ട്. ആ ദുരഭിമാനമുള്ളിലുള്ളവരെയാണ് മാനി. അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കാതെ നേരെ പോയിട്ട് ആ ബ്രാഹ്മണൻ്റെ പുത്രനെ, അടുത്ത പുത്രനെ കയ്യിൽ കൊടുക്കാം, അല്ലെങ്കിൽ താൻ തീയിൽ ചാടി ചാവും എന്നുള്ള പ്രതിജ്ഞയൊക്കെ എടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ മാനി എന്ന് ഭഗവാനോട് ചോദിക്കാതെ പോയത് കൊണ്ടാണ് മാനി എന്ന് തന്നെ പറഞ്ഞത്. അതുപോലെ കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ളവളെ എന്നുള്ള അർത്ഥത്തിലാണ് ഹേ മാനിനി. അയം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതായിട്ടുള്ള പർവ്വതം അതേതാണ്? ഏത് പർവ്വതമാണ്? മഹാൻ മന്ദരനാമധേയ മഹീധര വീക്ഷണീയ. വളരെ വലിയൊരു പർവ്വതമാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. അതിൻ്റെ ഒരു ഭാഗം എന്താ കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ്. ആ പർവ്വതത്തിൻ്റെ പേരാണ് മന്ദരം എന്ന്. മന്ദരനാമധേയ, മന്ദരം എന്ന പേരുള്ളതായ മഹീധര, മഹീധരം പർവ്വതമാണ്. വീക്ഷണീയ, നിൻ്റെ മുമ്പിൽ ഇതാ കാണപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പർവ്വതം അടുത്ത് ഏതൊരു പർവ്വതത്തിൻ്റെ അടുത്ത് കൂടെയാണ് ഇപ്പോൾ ഗരുഡൻ പറക്കണത്? മന്ദരം എന്ന പേരുള്ള പർവ്വതത്തിൻ്റെ സമീപത്ത് കൂടെയാണ് പറക്കണത്. ആ പർവ്വതത്തിന് ചില പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ധാരാളം പർവ്വതങ്ങൾ പല കഥകളും പറയാൻ തയ്യാറായി നിൽക്കുന്ന പർവ്വതങ്ങളാണ്. ഈ മന്ദര പർവ്വതത്തിനുമുണ്ടൊരു കഥ പറയാൻ. എന്താണ് ആ കഥ എന്നാണെങ്കിൽ, പുരാണ പുരുഷ, ആ പുരാണ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണു. താനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലൊക്കെയാണ് വർണ്ണിക്കണത്. ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് ഇവിടെ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നതെങ്കിലും സത്യഭാമയ്ക്ക് അങ്ങനെ തോന്നലൊന്നും ഉണ്ടാക്കണ്ടല്ലോ, ഒരു പേടിയോ അത്ഭുതമോ ഒന്നും പെട്ടെന്ന് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് വേറെ ആരെയോ വർണ്ണിക്കുന്നത് പോലെ തന്നെ പറയാണ്. ആ പുരാണ പുരുഷനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു എന്താ ചെയ്തത്? അമും മന്ധാനം വിധായ, ഈ മന്ദരപർവ്വതത്തിനെ മന്ധാനമായിട്ട് സ്വീകരിച്ചിട്ട്, മന്ധാനം എന്ന് പറഞ്ഞാൽ കടകോലാണ്. അതായത് തൈരൊക്കെ കടയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇടുന്നതായിട്ടുള്ള ഒരു കോലുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ പൂവ് പോലെ നിൽക്കും. മരം കൊണ്ടാണ് സാധാരണ കടകോലുണ്ടാക്കുക. അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ്, കടഞ്ഞിട്ടാണ് ഈ തൈരിൽ നിന്ന് വെണ്ണ എടുക്കുന്നത്. തൈര് കടഞ്ഞ് മോരാവും, മോരും വെണ്ണയുമായിട്ട് രണ്ടായി തിരിയും. അതുപോലെ ഒരു കാലത്ത് ഭഗവാൻ മഹാവിഷ്ണു ഈ മന്ദരപർവ്വതത്തിനെ കടകോലായിട്ട് മന്ദദണ്ഡമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതിനെ മന്ദാനമായിട്ട് ഉപയോഗിച്ചത്? പയോധേഹേ സുധാം അഹർഷീത്.
പയോധിയിൽ നിന്ന്, പയോധിയുടെ കയ്യിലുണ്ടായിരുന്നതായ സുധാം, അമൃതിനെ അഹർഷീത് എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. അതായത് ഈ സമുദ്രത്തിൻ്റെ കയ്യിലായിരുന്നു അതുവരെ അമൃത് ഇരുന്നിരുന്നത്. സമുദ്രത്തിനെ ഈ മന്ധര പർവ്വതത്തിനെ ഉപയോഗിച്ച് കടഞ്ഞിട്ട് സമുദ്രത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതായ അമൃതിനെ ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്തു. അതാണ് പയോധേഹേ, പയോധിയിൽ നിന്ന് സുധാം, സുധയെ, അമൃതിനെ അഹർഷീത്, സ്വീചകാര, സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് കവി പറയണത്. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു പുരാണ കഥ. പണ്ടത്തെ പാലാഴി മഥനത്തിൻ്റെ കഥ ഓർമ്മിപ്പിക്കുകയാണ്. അത് സത്യഭാമയ്ക്ക് അറിയില്ല, ശ്രീകൃഷ്ണൻ അത് ഓർമ്മിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കവി. പണ്ട് ഈ മന്ധരപർവ്വതത്തിനെ എടുത്തിട്ടാണ് കടകോലാക്കിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു ഈ അസുരന്മാർക്കും ദേവന്മാർക്കും കടയാനുള്ള കടകോലാക്കി വച്ചത്. അങ്ങനെ അവർ കുറേ നേരം കടഞ്ഞു. അതുപോലെ തന്നെ ഭഗവാനും മന്ധരപർവ്വതത്തിനെ കടകോലാക്കിയിട്ട് കടഞ്ഞു. അതിനുശേഷമാണ് സമുദ്രം പല സമ്മാനങ്ങളും കൊടുത്തു. ഏറ്റവും അവസാനമായിട്ട് സുധയും കൊടുത്തു. ആ സുധയാണ് ദേവന്മാർ ഉപയോഗിച്ച് ദേവന്മാരുടെ വാർദ്ധക്യം ഇല്ലാതെയാക്കിയത്. ആ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അമൃതമഥനം, സമുദ്രമഥനം തുടങ്ങിയിട്ടുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന കഥ. ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ദേവന്മാർക്ക് വാർദ്ധക്യം വന്ന കഥയൊക്കെ ഈ 2 വരികളിൽ കൂടെ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോഴേക്കും നമുക്ക് പരിപൂർണമായിട്ട് ഓർമ്മ വരികയാണ് ചെയ്യണത്. അങ്ങനെ മന്ധരപർവ്വതത്തിനെ കണ്ടോളൂ എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുത്തതിന് ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് 39ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തടീരുധന്വദ്മഥനോത്ഥിതേന സിക്താ സുധാശീകരമണ്ഡലേന ഉദീർണ ശീത്കാരമനോജ്ഞമസ്യ ജിഹ്വാഭിരേതേ ഗവയാലിഹന്തി. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. തടീഹി ഉദന്വദ്മഥനോത്ഥിതേന സിക്താഹ സുധാശീകരമണ്ഡലേന ഉദീർണ ശീത്കാരമനോജ്ഞം അസ്യ ജിഹ്വാഭി ഏതേ ഗവയാഹ ലിഹന്തി. ഇവിടെ ഗവയങ്ങളെ പറ്റിയിട്ടാണ് വർണ്ണിച്ച് തുടങ്ങുന്നത്. ഗവയം എന്ന് പറഞ്ഞാൽ കാട്ടിലൊക്കെ കാണപ്പെടുന്നതായ പശുവിനെ പോലെ ഇരിക്കുന്ന ഗോസദൃശോ ഗവയ എന്ന നൈയായികന്മാർ ഉപമാനം എന്ന പ്രമാണത്തിനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്ന ഒരു ഉദാഹരണമാണ്. ഗോസദൃശോ ഗവയ, പശുവിനെ പോലെ കാട്ടിൽ പോയിട്ട് കാണുന്ന മൃഗമാണ്. കാട്ടിൽ പോയാൽ പശുവിനെ പോലെ ഒരു മൃഗം കാണുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഗവയം. അപ്പോൾ പശുവിനെ പോലെ എന്ന് പറയുന്നതാണ് ഉപമാനം എന്നു പേരുള്ള ഒരു പ്രമാണമായിട്ട് അവർ നമുക്ക് കാണിച്ചു തരുന്നത്. ആ ഗവയങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. ഏതേ ഗവയാഹ, ഈ കാണുന്നതായ ഗവയങ്ങൾ, ഒരു ഗോസദൃശങ്ങളായിട്ടുള്ള മൃഗങ്ങൾ, അവ എന്തു ചെയ്യുന്നു? ജിഹ്വാഭി, ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവാണ്. നാവുകൊണ്ട് അവ, ഈ പശുക്കൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, നക്കും. അത് ഇഷ്ടമുള്ള സാധനങ്ങളെ, തിന്നാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ അടുത്ത് വെച്ചാൽ അത് നക്കി നക്കിയാണ് അതിൻ്റെ സ്വാദ് മനസ്സിലാക്കിയിട്ടാണ് അത് കഴിക്കുള്ളൂ. അപ്പോൾ നക്കാൻ അവയ്ക്ക് വലിയ ഇഷ്ടമാണ്. അമ്മ പശു കുട്ടിയെ നക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമാണ്, അവയ്ക്ക് നമ്മളെ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അടുത്ത് ചെന്നാൽ നമ്മളെയും നക്കും. അങ്ങനെ പശുക്കൾക്കൊക്കെ നക്കാനുള്ളൊരു സ്വഭാവമുണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഈ ഗവയങ്ങളും അങ്ങനെ തന്നെയാണ്, കാട്ടുപശുക്കളും അങ്ങനെ തന്നെയാണെന്ന് പറയാണ്. ഗവയാഹ ജിഹ്വാഭിഹി, അവയെല്ലാം തന്നെ അവയുടെ നാവുകളെ കൊണ്ട് ഉദന്വന്മഥനോത്ഥിതേന സുധാശീകരമണ്ഡലേന സിക്താഹ അദ്രേഹെ തടീഹി. ഉദന്വന്മഥനോത്ഥിതേന, ഉദന്വന്മഥനം എന്ന് പറഞ്ഞാൽ പാലാഴി കടയ. പാലാഴി കടഞ്ഞതിന് ശേഷം ഉത്ഥിതനായി വന്ന, പുറത്തേക്ക് വന്നതായ, അതായത് പാലാഴി കടയിൽ കഴിഞ്ഞപ്പോൾ പിന്നെ മന്ധരപർവ്വതത്തിന് അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ആ മന്ധരപർവ്വതത്തിനെ എടുത്ത് മാറ്റിവെച്ചു. അത് ദേവന്മാരും അസുരന്മാരും അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് അതിനെ എടുത്ത് മാറ്റിയൊരു പ്രദേശത്തേക്ക് വച്ചു. അപ്പോൾ ആ പർവ്വതത്തിൻ്റെ അടിഭാഗത്തൊക്കെ എന്തുണ്ടാവും? അതാണ് ഇവിടെ പറയണത്. ഉദന്വന്മഥനോത്ഥിതേന സുധാശീകരമണ്ഡലേന, സമുദ്രത്തിൻ്റെ അടിഭാഗത്തായിരുന്നല്ലോ ഈ അമൃതുണ്ടായിരുന്നത്. അതിനെ ഇങ്ങനെ പാലാഴിയിൽ ഈ മന്ധരപർവ്വതം കൊണ്ട് വട്ടം കറക്കി ചുറ്റിച്ചപ്പോഴാണല്ലോ കട്ടയായിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുതന്നത്. വാരണപുരുഷൻ അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്നുള്ളൊരു പുരുഷൻ വന്നിട്ടൊരു പാത്രത്തിലാക്കിയിട്ട് ഈ അമൃത് കൊണ്ട് കൊടുത്തത്. അതുവരെ അത് കടലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ഈ പർവ്വതം കൊണ്ട് കടഞ്ഞപ്പോഴാണ് അമൃത് ഉണ്ടായത്. അപ്പോൾ ഈ പർവ്വതത്തിൻ്റെ അടിഭാഗത്തൊക്കെ അമൃത് ഉണ്ടാവും എന്ന് കരുതിയിട്ട്, അതാണ് ഇവിടെ കവി പറയണത്. ഉദന്വന്മഥനോത്ഥിതേന സുധാശീകരമണ്ഡലേന സിക്താഹ,
ഉയർന്നു പൊങ്ങി കടലിൽ നിന്ന് പോന്നതുകൊണ്ട് ഈ പറഞ്ഞതായ സുധാശീകരമണ്ഡലം അമൃതൻ കണങ്ങളാൽ സ്പർശിച്ചതായ, അത് പറ്റിപ്പിടിച്ചിട്ടുള്ളതായ, അതുകൊണ്ട് തന്നെ നനഞ്ഞിരിക്കുന്നതായ അദ്രേഹെ തടീഹി, അദ്രിയുടെ പർവ്വതത്തിൻ്റെ, അതായത് ഈ മന്ദര പർവ്വതത്തിൻ്റെ തടീഹി, തടീഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗങ്ങൾ, ആ താഴ്വരകൾ, അല്ലെങ്കിൽ അതിൻ്റെ സമുദ്രത്തിൽ നിന്ന് കയറ്റി വച്ചപ്പോൾ ഈ പർവ്വതത്തിൻ്റെ അടിഭാഗങ്ങൾ, സമുദ്രം വരെയുള്ളതായ തീരം, ആ പ്രദേശങ്ങളിലൊക്കെ ഈ ഗവയങ്ങൾ എന്താ ചെയ്യണത്? ഉദീർണ ശീത്കാരമനോജ്ഞം ലിഹന്തി, ഉയർന്നു വരുന്ന ശാത്കാരം അല്ലെങ്കിൽ ശീത്കാരം ശബ്ദത്തോട് കൂടിയിട്ട് അവയെ നക്കുന്നു. നക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിനെയാണ് ശീത്കാരം എന്ന് പറയണത്. അതിങ്ങനെ ഉയർന്നു കേൾക്കുമ്പോൾ ഷ ഷ എന്ന് കേൾക്കുന്നതായിട്ടാണ് പറയണത്. അപ്പം അതിനെ ഒരു കാരം ചേർത്തിട്ട് ശാത്കാരം, ശീത്കാരം എന്നൊക്കെ പറയുന്നൊരു രീതി സംസ്കൃതത്തിലുണ്ട്. പശുക്കളുടെ നാവിന് നല്ല ഉരമാണ്. മുള്ളു പോലെയുള്ള ഭാഗങ്ങൾ നാവുമ്മ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള നാവ് കൊണ്ട് നക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കാറുണ്ട് താനും. പശുക്കളെ പോലെ തന്നെയാണ് ഗവയങ്ങളും. അവയും ഇതുപോലെ തന്നെ ഒച്ചയുണ്ടാക്കി പുല്ലും അതുപോലെ തന്നെ ഈ അമൃതുമൊക്കെ ഭക്ഷിക്കുന്നു എന്നാണ് പറയണത്. അതാണ് കവി വർണ്ണിച്ചത് ഉദീർണ ശീത്കാരമനോജ്ഞം ലിഹന്തി. അങ്ങനെ രസകരമായ, കേൾക്കാൻ ഇമ്പമുള്ളതായ ശബ്ദത്തോടു കൂടിയിട്ട് ഗവയങ്ങൾ പർവ്വതത്തിൻ്റെ അടിഭാഗങ്ങളെ, സമുദ്രത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നതായ താഴ്വര പ്രദേശങ്ങൾ നക്കുന്നു. അതാണ് മനോജ്ഞം ലിഹന്തി. അതിൻ്റെ ഒരു സ്വാദ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ആലോചിച്ചുകൊണ്ട് ഗവയങ്ങളത് നക്കി തിന്നുന്നു, നക്കി തോർത്തി കഴിക്കുന്നു എന്നർത്ഥം. വലിയൊരു ഭാവനയാണ്. ഗവയങ്ങളെ ആരും കണ്ടിട്ടില്ല. കടൽ കടഞ്ഞതിന് ശേഷം, പാലാഴി കടഞ്ഞതിന് ശേഷം മന്ദരപർവ്വതത്തിനെ എടുത്ത് മാറ്റിവെച്ചത് ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇതൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ സുകുമാരകവിയുടെ ഭാവനാവിലാസങ്ങളാണ്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. മഹാനയം മന്ദരനാമധേയോ മഹീധരോ മാനിനി വീക്ഷണീയ വിധായ മന്ധാനമമും പയോധേ സുധാമഹർഷീത് പുരുഷഃ പുരാണ തടീരുദന്വദ്മഥനോത്ഥിതേന സിക്താസുധാശീകരമണ്ഡലേന ഉദീർണ ശീത്കാരമനോജ്ഞമസ്യ ജിഹ്വാഭിരേതേ ഗവയാലിഹന്തി. അങ്ങനെ ഭാവന കാട് കയറി പോവുകയാണ്. ഗവയങ്ങൾ അമൃതൻ കണങ്ങൾ നക്കി തിന്നുകൊണ്ടിരിക്കുന്നു, നക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ബാക്കി വർണ്ണനകളൊക്കെ അടുത്ത ദിവസം നോക്കാം. കൈലാസത്തെ പറ്റിയിട്ടൊക്കെയാണ് വർണ്ണിക്കാൻ പോണത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.